ഇതാണോ വിമർശനം, ഇതാണോ നടപടി, ഇതാണോ സമ്മേളനക്രമം എന്നുള്ള ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ആ പറഞ്ഞവർ പിരപ്പങ്കോട് മുരളിക്കും സുരേഷ് കുറുപ്പിനും വിശ്വാസ്യതയില്ല, അല്ലെ ആ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കേണ്ട സുരേഷ് തുറന്നു പറഞ്ഞില്ല. ഇത് പാർട്ടിയുടെ ഒരു ശൈലിയുടെ എക്സ്പ്രഷൻ എന്നാണ് ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞത്. 1 മിനിറ്റ്, കാര്യം സമയം അതിക്രമിച്ചു. 1 മിനിറ്റ് ശ്രീ ഷാജി പാണ്ഡ്യയിലേക്ക്. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ ഇല്ലാത്ത ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പുന്നത് പോലെയാണ് ഈ ഒരു വിഷയം. യാതൊരു പ്രൂഫുമില്ല. ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. ശരി ശരി, താങ്ക് യു ഡോക്ടർ ശ്രീ ഷാജി പാണ്ഡ്യ. നമ്മളെല്ലാവരും കൂടി ഈ 1.5 മണിക്കൂറായി ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തപ്പുകയായിരുന്നു. പൂച്ചയുടെ കഥ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇനി മൂന്നാറിലേക്ക് പോകേണ്ടി ഒരു സമയമില്ല. 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. കാര്യം മറ്റൊരു വിഷയം അങ്ങയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയൊരു അവസരത്തിലാകാം കൂത്തുപറമ്പിൽ സംഭവിച്ചത് എന്തെന്ന്. അത് പക്ഷേ കുറച്ച് സമയം വേണം. അങ്ങേക്ക് ലാസ്റ്റ് വേർഡ്. അല്ല, ഇതിനകത്ത് പിന്നെ പ്രൊഫസർ ജയരാജ് ഇങ്ങനെ സംസാരിക്കുക, ഡോക്ടർ ജയരാജ് ഇങ്ങനെ സംസാരിക്കുന്നത് അത്രയെന്നറിയാം. പാർട്ടിക്കകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അറിയില്ല എന്ന് വിചാരിക്കുന്ന പ്രൊഫസർ പാർട്ടിയെ ന്യായീകരിക്കാൻ വരരുത്. ശരി, ദയവ് ചെയ്ത് വരും. ഞാൻ പലതവണയായി നിങ്ങളോട് പറയുന്നതാണ്, ഈ പാർട്ടി വാസ്തവത്തിൽ ഇല്ലാതായി തീരുകയാണ്. വി എസിന്റെ മരണത്തോടുകൂടി അതിന്റെ അവസാനത്തെ പാർട്ടി സഖാവ് ഇല്ലാതായിരിക്കുന്നു. ഇനി ഒരിക്കലും തന്നെ ആ പാർട്ടിക്ക് 1964 പാർട്ടി ഉണ്ടായതിന്റെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയുടെ ഒരു പാർട്ടി നിലനിൽക്കുക സാധ്യമല്ല. ആ പാർട്ടിയെ ആ അർത്ഥത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി നിരന്തരമായി പോരാടിയിരിക്കുന്ന ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ, ദ ലോൺ മാൻ. അദ്ദേഹത്തിന് മാത്രം ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ മൂലധന ശക്തികളുടെ ഭാഗമായി നിന്നുകൊണ്ട് കടന്നാക്രമിച്ച് ഓരോ തവണ കുത്തുമ്പോഴും ഈ കുത്തന്നെ ബാധിക്കില്ലെന്ന് ഓരോ തവണ ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുമനസ്സിനെ പറയുമ്പോൾ, ഒരു മിനിറ്റ് കൂടെ ഈ പറയുമ്പോൾ ആ മനുഷ്യന് കിട്ടിയിരിക്കുന്ന പൊതുജന സ്വീകാര്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ അറിയാം? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വി എസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഈ ആഴിക്കുട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ബോധമില്ലാതെ കിടക്കുകയാണ് അവര്. ഈ ആഴിക്കുട്ടി ആണ് വാസ്തവത്തിൽ അവരുടെ അവസാന ഘട്ടത്തിൽ അവരുടെ അമ്മയും സഹോദരിയും എല്ലാമായി തീർന്നത്. ഈ ആഴിക്കുട്ടിയാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെ വിഷയവുമായി മാറി. അതിന്റെ വികാര വായ്പാണ് ആശാവർക്കർമാർ. അവിടെയാണ് വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം നേരത്തെ പരിഹരിക്കാമാകുമായിരുന്നു. കേരളത്തിന്റെ പൊതുബോധ മനസ്സിലേക്ക് വരാൻ മാത്രമുള്ള ഒരു ഔന്നത്യത്തിലേക്ക് ഉണ്ടാക്കുന്ന വളർച്ച ഒരു സഖാവ് കൈവരിക്കുമ്പോഴാണ് മിസ്റ്റർ ജയരാജ് അല്ലെങ്കിൽ കോമ്രേഡ് ജയരാജ് അയാൾ ഒരു കോമ്രേഡ് ആവുന്നത്, ഒരു നേതാവാവുന്നത്. അല്ലെങ്കിൽ ഇതുപോലത്തെ കിഴട്ട് കീടത്തിന് ജയ് വിളിക്കാൻ മാത്രമുള്ള നിർഭാഗ്യമാതാവാനായി നിങ്ങൾ മാറിപ്പോകരുത് എന്ന് മാത്രമാണ് ഈ അവസാന ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.